ഷെഫീദ് ഫുട്ബോൾ പിക്കിലേക്ക് ഏവർക്കും സ്വാഗതം. ഒന്നിനെതിരെ 4 ഗോളുകൾക്ക് അൽ ഇത്തിഹാദിനെ പരാജയപ്പെടുത്തിയിരുന്നു അൽ ഹിലാൽ സൗദി സൂപ്പർ കപ്പിന്റെ ഫൈനലിൽ. ഇത്തവണത്തെ സൗദി സൂപ്പർ കപ്പ് വിന്നേഴ്സ് ആയിരിക്കുന്നു അൽ ഹിലാൽ. അൽ ഹിലാലിനെ സംബന്ധിച്ചിടത്തോളം ഇനി ഇവിടുന്ന് അങ്ങോട്ട് ട്രോഫികളുടെ കാലമാണ് അവർക്ക്. സൗദി പ്രോ ലീഗ് കിരീടം അവർ ഓൾറെഡി ഉറപ്പിച്ചു കഴിഞ്ഞു. AFC ചാമ്പ്യൻസ് ലീഗിലും ഇത്തവണ അൽ ഹിലാൽ സ്വന്തമാക്കാനാണ് സാധ്യത. അത്രയും മികച്ച പ്രകടനമാണ്, അല്ലെങ്കിൽ സ്ഥിരതയാർന്ന പ്രകടനമാണ് സൗദി ക്ലബ്ബായ പ്രോ ലീഗ് ക്ലബ്ബായ അൽ ഹിലാൽ. മാൽക്കമൊക്കെ മികച്ച ഫോമിലാണ്, അൽ ദൗസരി കൂടാതെ മികച്ച പ്രകടനമാണ് അവർ കാഴ്ചവെക്കുന്നത്. മിട്രോവിച്ചൊക്കെ മിന്നിത്തിളങ്ങുന്ന ഒരു താരം കൂടിയാണ്. എന്തായാലും സൂപ്പർ താരം നെയ്മർ കൂടി ഈ ഒരു ടീമിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആശിച്ചു പോകും. കാരണം ആ രീതിയിലായിരുന്നു ഇത്തവണത്തെ അൽ ഹിലാലിന്റെ ഒരു പ്രകടനം. നെയ്മറെ സംബന്ധിച്ചിടത്തോളം അൽ ഹിലാലിന്റെ കൂടെയുള്ള ഏറ്റവും ഒരു നഷ്ടമായ ഒരു സീസൺ ആയിരിക്കുന്നത്. കാരണം ഈ ഒരു മിന്നും പ്രകടനം കാഴ്ചവെക്കുന്ന ഈ ടീമിന്റെ കൂടെ ഇത്തവണ അദ്ദേഹത്തിന് സൗദി പ്രോ ലീഗ് അല്ലെങ്കിൽ സൗദി സൂപ്പർ കപ്പ് കൂടാതെ AFC ചാമ്പ്യൻസ് ലീഗ് ഒക്കെ അദ്ദേഹത്തിന് ഈ സീസണിൽ അൽ ഹിലാലിന്റെ കൂടെ നേടാമായിരുന്നു. എന്തായാലും നിലവിൽ അദ്ദേഹം പരിക്കാണ്, അദ്ദേഹത്തിന് കളിക്കാൻ കഴിഞ്ഞില്ല. അത് പിന്നെ സൂപ്പർ താരം നെയ്മറുടെ അഭാവത്തിലൊക്കെ അൽ ഹിലാൽ ഏറ്റവും മിന്നും ഫോമിലാണ്. മാൽക്കം ദൗസരിയൊക്കെ മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. എന്തായാലും ഇത്തവണ അവർക്ക് ഇനിയും തുടർച്ചയായി ട്രോഫികൾ വരാനിരിക്കുന്നുണ്ട്. സൗദി പ്രോ ലീഗ് കിരീടം, AFC ചാമ്പ്യൻസ് ലീഗിലൊക്കെ ഇത്തവണ അൽ ഹിലാൽ സ്വന്തമാക്കാനുള്ള സാധ്യത കൂടുതലാണ്. എന്തായാലും ഇത്തവണത്തെ 2023-24 സൗദി സൂപ്പർ കപ്പ് വിന്നേഴ്സ് ആയിരിക്കുന്നു അൽ ഹിലാൽ. മികച്ച പ്രകടനം കാഴ്ചവെച്ചിരിക്കുന്നു. അൽ ഇത്തിഹാദിനെ 1-4 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി.